കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ കേരള സർക്കാരിന്റെ പിന്തുണയോടെ നടത്തപ്പെടുന്ന കലാപ്രദർശനമാണ് കൊച്ചി മുസിരിസ് ബിനാലെ. രാജ്യത്തെ ഏറ്റവും വലിയ കലാപ്രദർശനവും ഏഷ്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സമകാലിക കലോത്സവമാണിത്. അന്താരാഷ്ട്ര പ്രാധാന്യമർഹിക്കുന്ന കൊച്ചി ബിനാലെയിലാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പരിപാവന നിമിഷങ്ങളിലൊന്നായ യേശുക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ മൃദുവാംഗിയുടെ ദുർമൃത്യു എന്ന ചിത്രത്തിലൂടെ വികലമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഈശോയ്ക്ക് പകരം അർദ്ധനഗ്നിയായ ഒരു സ്ത്രീയുടെ ചിത്രവും 12 ശിഷ്യന്മാർക്ക് പകരം 12 സന്യാസിനിമാരെയുമാണ് ചിത്രത്തിൽ വികലമായി കാണിച്ചിരിക്കുന്നത്. മേശയിൽ നിരത്തിവെച്ചിരിക്കുന്ന ആപ്പിളുകളും ഈ ചിത്രത്തിൽ കാണാം. ലിയനാർഡോ ഡാവിഞ്ചിയെ പോലുള്ള വിശ്വപ്രസിദ്ധ കലാകാരൻ ആവിഷ്കരിച്ച അന്ത്യത്താഴം വെറുമൊരു ചിത്രമല്ല, അത് കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസവുമായും ആത്മീയതയുമായും ഇഴചേർന്ന് കിടക്കുന്നതാണ്. കലയുടെ ലക്ഷ്യം സംവാദങ്ങൾ സൃഷ്ടിക്കുക എന്നതാണെങ്കിലും അത് ആത്യന്തികമായി ഒരു ജനതയുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാകരുത്. കൊച്ചി ബിനാലെയിലെ ഈ വിവാദ ചിത്രാവിഷ്കാരം ഇത്തരമൊരു ഗൗരവമേറിയ ചർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച വിശുദ്ധ നിമിഷമാണ് കുത്തിനിറച്ച കഥാപാത്രങ്ങളാലും വളച്ചൊടിച്ചും അത്യന്തം വികലമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വിവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇതൊരു പുതിയ സംഭവമല്ല എന്നതാണ്. 2016 ഭാഷാപോഷിണി മാസികയിൽ ഇതേ ദൃശ്യാവിഷ്കാരം പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. ഈ അവതരണം വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ നർത്തകി എന്ന കവിതയോടോ സി ഗോപാലൻ രചിച്ച മൃദുവാംഗിയുടെ ദുർമൃത്യു എന്ന നാടകത്തോടോ യാതൊരു ആത്മബന്ധവും ഇല്ലാത്തതാണെന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്ന് ആ ചിത്രം തെറ്റായ വ്യാഖ്യാനമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രസാധകർ അത് പിൻവലിക്കുകയും പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തതാണ്. ഒരു തവണ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്ത ഒരു കാര്യം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അന്താരാഷ്ട്ര കലാപ്രദർശനത്തിൽ അവതരിപ്പിക്കുന്നത് അശ്രദ്ധമായല്ല, മറിച്ച് ബോധപൂർവകമായ പ്രകോപനമാണെന്ന ആരോപണത്തിൽ കഴമ്പുണ്ട്. കലാകാരന് തന്റെ ഭാവന പ്രകടിപ്പിക്കുവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന വാദം ജനാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. എന്നാൽ ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ മൗലികമായ വിശ്വാസങ്ങളെയും ചിഹ്നങ്ങളെയും അപമാനിക്കുവാനുള്ള ലൈസൻസ് അല്ല. കലയും സാഹിത്യവും സമൂഹത്തെ പരിഷ്കരിക്കുവാനും ഉന്നതിയിലേക്ക് നയിക്കാനുള്ളതുമാകണം. വിദ്വേഷത്തിനോ വേദനയ്ക്കോ കാരണമാകുന്ന ആവിഷ്കാരങ്ങൾ കലയുടെ യഥാർത്ഥ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവയാണ്. വൈലോപ്പള്ളിയുടെയോ സി ഗോപാലന്റെയോ കൃതികളുടെ പേരിൽ ഇത്തരമൊരു ചിത്രം അവതരിപ്പിക്കുന്നത് ആ സാഹിത്യ സൃഷ്ടികളോട് ചെയ്യുന്ന അനീതി കൂടിയാണ്. കൊച്ചി ബിനാലെ പോലുള്ള ഒരാഗോള പ്ലാറ്റ്ഫോം ഇത്തരം സൃഷ്ടികൾ പ്രദർശിപ്പിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒരു സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ലേബലിൽ സംരക്ഷിക്കപ്പെടുന്നത് സാംസ്കാരികമായ പാപ്പരത്തമാണ്. 2016 സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചിത്രം പ്രദർശിപ്പിച്ചത് സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ്. വിശ്വാസവും കലയും പരസ്പര ബഹുമാനത്തോടെ മുന്നോട്ടു പോകേണ്ടവയാണ്. കല വിമർശനാത്മകമാകാം, എന്നാൽ അത് അവഹേളനമാകരുത്. കൊച്ചി ബിനാലെയിലെ വിവാദ ചിത്രം പിൻവലിക്കണമെന്ന ആവശ്യം കേവലം ഒരു വൈകാരിക പ്രതികരണമല്ല, മറിച്ച് സാംസ്കാരികമായ മര്യാദയുടെയും നീതിയുടെയും പ്രശ്നമാണ്. വിശ്വാസികളെയും അവരുടെ വിശുദ്ധ പ്രതീകങ്ങളെയും ആദരിക്കുക എന്നത് കലയുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുകയുള്ളൂ. തെറ്റുകൾ തിരുത്തുവാനും പരസ്പര ധാരണയോടെ മുന്നോട്ടു പോകുവാനുമുള്ള സന്നദ്ധത ബിനാലെ സംഘാടകരിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനാൽ പ്രസ്തുത ചിത്രം കൊച്ചി ബിനാലെയിൽ നിന്ന് ഉടൻ പിൻവലിക്കണം. ഈ ദൃശ്യാവിഷ്കാരം യഥാർത്ഥ സാഹിത്യകൃതികളുമായി ബന്ധമില്ലാത്തതാണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി സംഘാടകർ പൊതുമധ്യത്തിൽ മാപ്പ് പറയണം.